Hello everyone, welcome to the presentation on joint products. എല്ലാ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസും ഒറ്റൊരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമമൊന്നുമില്ല. മിക്ക മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസും മൾട്ടി പ്രൊഡക്ട്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇറ്റ് മീൻസ് പ്രൊഡ്യൂസിങ് മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഫ്രം ദ സെയിം റോ മെറ്റീരിയൽ, സെയിം പ്രോസസ് ഓർ സീരീസ് ഓഫ് പ്രോസസ്സസ്. So depending upon the nature of multiple products and their relative significance, we can make a classification of multiple products into two heads. The first one is joint products or main products or co-products, and the second category is byproducts or incidental products. Let's get into the details of joint products. Joint products സെയിം റോ മെറ്റീരിയൽസിൽ നിന്നോ അല്ലെങ്കിൽ സെയിം പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് വഴിയോ ഒക്കെ രണ്ടോ അതിലധികമോ പ്രൊഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുക. ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനും അതിനനുസരിച്ച് വളരെയധികം നല്ല ഒരു സിഗ്നിഫിക്കൻസ് പൊസിഷനും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസും ഉണ്ടായിരിക്കും. So when two or more products of equal importance are simultaneously produced from a single or a common raw material or from a common process, they are known as joint products. Let's have a look on the definition by Sam R. Goodman and James S. Rees, that when a group of individual products is simultaneously produced with each product having a significant relative sales value, the outputs are usually called as joint products. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, സെയിം പ്രോസസ്സ് നടത്തിയിട്ടോ അല്ലെങ്കിൽ സെയിം റോ മെറ്റീരിയൽസിൽ നിന്നോ രണ്ടോ അതിലധികമോ പ്രൊഡക്ട്സ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു വിച്ച് ഇസ് ഹാവിങ് ഹൈ സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റ് വാല്യൂ, അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുക. സേ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെട്രോളിയം ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആണ് കെറോസിൻ, ഗ്യാസലിൻ, പാരഫിൻ, ഫ്യൂവൽ ഓയിൽ, ലൂബ്രിക്കൻസ് എക്സെട്ര. അതേപോലെ തന്നെ ഒരു ഡയറി ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആണ് ബട്ടർ, ക്രീം, ചീസ്, എവറിഥിങ്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു റോ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് ടെക്നിക്കോ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എത്ര കണ്ട് പ്രൊഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് പൊസിഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. Quantitative relationship. Mostly a quantitative relationship exists among the production of joint products. That is, if the production of one product is increased, then the production of other joint products will also increase and vice versa. However, the proportion in which the output of one product impacts the output of other products may not be the same throughout the production processes. Split of point. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രൊഡക്ട്സ് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് മാറുന്നത്, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് ദിസ് ഇസ് അതർവൈസ് നോൺ ആസ് എ പ്രീസെപ്പറേഷൻ പോയിൻറ്റ്. അതുവരെ ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനും ഒക്കെ നടത്തുന്നത് ജോയിൻറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ പോയിൻറ്റ് പിന്നെ നമ്മളെല്ലാതും സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഓരോ പ്രൊഡക്റ്റിനെയും മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും എക്സ്പെൻസുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ പ്രീ സെപ്പറേഷൻ കോസ്റ്റിനെ നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ആൻഡ് പോസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിനെ നമുക്ക് സെപ്പറേറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പോയിൻ്റ് വരെ അഥവാ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെയാണ് പ്രൊഡക്ട്സ് എല്ലാതും ഒരേപോലെ നമുക്ക് മെഷർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആഫ്റ്റർ ദിസ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് all the products will be treated as separate individual products. The joint products are not separately identifiable up to a certain stage or point of production. This stage or point is known as split of point or pre-separation point.
It means joint products cannot be separated until the split-off point. After the split-off points, these products are separately identifiable and these require further processing. Not in all case, ചില കേസുകളിൽ ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് സെയിലിന് വേണ്ടി വെക്കും. ചില കേസിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം നമുക്ക് ഈ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമായിട്ട് വരും. All expenses incurred up to split off points are known as joint cost or joint expenses, and the expenses incurred after the split off point for further processing are known as separate or subsequent expenses. Thus, in short, joint products cannot be separated until a specific split off point or separation point. From this point onwards, the two products can be processed individually. Let's have a look on the characteristics or features of joint products. The sale value of all the joint products is relatively high and none of the joint products are significantly greater in value than the other joint products. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും സെയിൽസ് വാല്യൂ അഥവാ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഹൈ ലെവലായിരിക്കും. അതേപോലെ തന്നെ ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് കമ്പയർ ചെയ്യുന്നതിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കും, ഒന്നിനൊന്ന് മെച്ചമായിരിക്കും എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് നോ കമ്പൽസറി ഫോർ ഫർദർ പ്രോസസ്സിംഗ് ആഫ്റ്റർ ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ. ദീസ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആർ സോൾഡ് ഡയറക്ട്ലി ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ദാറ്റ് മീൻസ് സെപ്പറേഷൻ പോയിൻറ്റിൻ്റെ തൊട്ട് മുൻപ് വരെ എല്ലാതും ജോയിൻറ്റ് കോസ്റ്റിലാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെപ്പറേഷൻ പോയിന്റ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻറ്റ് പ്രൊഡക്ട്സിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെപ്പറേഷൻ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ചില പ്രൊഡക്റ്റുകളുടെ കേസിൽ മാത്രമാണ് ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ആവശ്യം വരാത്ത കേസിൽ ആ ജോയിൻറ്റ് പ്രൊഡക്ട്സിനെ നമുക്ക് മാർക്കറ്റിലേക്ക് ഡയറക്റ്റായിട്ട് സെയിൽസിന് വേണ്ടി ഇറക്കാവുന്നതാണ്. അഥവാ ജോയിൻറ്റ് പ്രൊഡക്ട്സിന് ഇനിയും ഫർദർ പ്രോസസ്സിങ്ങിന് സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ദ ജോയിൻറ്റ് പ്രൊഡക്ട്സ് വിൽ ബി ഗോയിങ് അണ്ടർ ദ പ്രോസസ് ഓഫ് ദീസ് ഫർദർ പ്രോസസ്സിംഗ്. Joint products require simultaneous common processing and the quality of joint products may not be maintained at the maximum. So one of the drawback is that quality എല്ലാ joint productsൻ്റെയും quality ഒരേപോലെ ചിലപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. The management has little or no control over the maintenance of quality of joint products. മാനേജ്മെൻറ്റിനാണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ എല്ലാ ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് കൺട്രോളിങ് മെഷേഴ്സ് എടുക്കാനോ എപ്പോഴും അത് സാധിക്കണം എന്ന് നിർബന്ധമില്ല. സോ ഓൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ്. കോ പ്രൊഡക്ട്സ് സെയിം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴിയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വഴിയോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് കോ പ്രൊഡക്ട്സ് എന്ന് പറയുക. സോ കോ പ്രൊഡക്ട്സ് ആർ ദോസ് പ്രൊഡക്ട്സ് വിച്ച് ആർ മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബൈ ദ സെയിം ഇൻഡസ്ട്രി. They may not arise from the same operation or raw material but are produced in different quantities without any correlation to each other. എക്സാമ്പിളായിട്ട് പറയാവുന്നത് ഇപ്പോൾ ഫർണിച്ചർ ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി യൂസ് ടു വിറ്റ്നസ് ലൈക്ക് ദ മാനുഫാക്ചറിങ് ഓഫ് ടേബിൾസ്, ചെയർസ്, ബെഞ്ചസ്, ഡെസ്ക്, അൽമിറാസ് എക്സെട്ര. ഇതെല്ലാതും ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ കോ പ്രൊഡക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി ഒരു ഫാൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി കോ പ്രൊഡക്ട്സ് ഉണ്ട് അവരുടെ പ്രൊഡക്റ്റ് ലൈനിൽ. ലൈക്ക് സീലിംഗ് ഫാൻ, ടേബിൾ ഫാൻ, ക്യാബിൻ ഫാൻ, പെഡസ്ട്രൽ ഫാൻ. All these are treated as co-products of fan manufacturing industries. Similarly, we can experience or we can witness a lot of examples from different manufacturing industries as co-products, as examples for co-products. Difference between joint products and co-products. So when we discussed about these two terminologies, that is joint products and co-products, we mentioned the meaning of these two products in a very clear-cut manner. Joint products we are utilizing same raw materials, we are undergoing same processes. എന്നിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആയിട്ട് ജോയിൻറ്റ് പ്രൊഡക്ട്സിനെ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. വെറസ് കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ അങ്ങനെ
സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനൊന്നുമല്ല കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള കുറേ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ലെറ്റ്സ് ഡീൽ വൺ ബൈ വൺ. The first difference is that joint products are simultaneously produced, whereas co-products are separately produced. The second difference is that no separate identity till split of point in the case of joint products, and in the case of co-products, separate identity throughout the manufacturing process. That means joint productsൻ്റെ കേസിൽ സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് എത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ പോയിൻ്റ് എത്തുന്നത് വരെ ഒരു പ്രൊഡക്റ്റിനും ജോയിൻറ്റ് പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല, ഒരു ഇൻഡിവിജ്വാലിറ്റിയും ഇല്ല. പക്ഷേ കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന ആ സമയം അത്രയും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയും സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റിയും കോ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടായിരിക്കും. The third difference is that all costs up to split of point are joint or common cost, whereas in the case of co-products there are no joint cost, and if there is any joint cost then that will be a very small amount. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് തൊട്ട് മുമ്പ് വരെ പ്രീ സെപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ വരുന്നതെല്ലാതും എല്ലാ എക്സ്പെൻസസും കോമൺ എക്സ്പെൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ ജോയിൻറ്റ് കോസ്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ അങ്ങനെ ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കോസ്റ്റ് എലമെൻറ്റ്സ് ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് ചാൻസ് ഇല്ല. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ജോയിൻറ്റ് കോസ്റ്റ് ഫിഗർ വരുവാണെങ്കിൽ തന്നെയും അത് വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാവാനാണ് സാധ്യത. അതും വളരെയധികം റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് കോ പ്രൊഡക്ട്സിന് അങ്ങനെ ഒരു ജോയിൻറ്റ് കോസ്റ്റ് എലമെൻറ്റ് അതിൻ്റെ ഒരു പ്രസൻസ് അവിടെ വരാൻ ചാൻസ് ഉള്ളൂ. ദ ലാസ്റ്റ് ഡിഫറൻസ് ഇസ് ദാറ്റ് the quantity of joint product depends upon the nature of product or process, whereas in the case of co-products the quantity depends upon managerial policy, that is it can be increased or it can be decreased. നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ്ങിന് വേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ബേസിസിലാണ് എത്ര ജോയിൻറ്റ് പ്രൊഡക്ട്സ് വരെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം, ആ ക്വാണ്ടിറ്റി ഫിക്സേഷനൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ബേസിലായിരിക്കും. ബട്ട് കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മാനേജീരിയൽ പോളിസി. ഇഫ് ദ മാനേജീരിയൽ പോളിസി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഹാവ് ടു ബി ഇൻക്രീസ്ഡ്, ദെൻ ഓഫ് കോഴ്സ് കോ പ്രൊഡക്ട്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കും. മാനേജീരിയൽ പോളിസിയിൽ പറയുന്നത് പ്രകാരം നമുക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കോ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറച്ച് ചെയ്താൽ മതിയായിരിക്കും. സോ ദ ക്വാണ്ടിറ്റി വെദർ ഇറ്റ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, ഓൾ ദീസ് ഡിസിഷൻസ് വിൽ ബി പ്യുവർലി ഡിപ്പെൻഡിങ് അപ്പോൺ managerial policy in the case of co-products. So these all are the differentiation between joint products and co-products. Hope you all got a basic idea regarding joint products. Thank you so much for watching the introductory video on joint products.